എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് പഠനവുമായി ബന്ധപ്പെട്ടൊരു സെഷനാണിത്. ഒരു സാധാരണ ഏപ്രിൽ 2003 ഒരു പരീക്ഷ എന്ന് വെച്ചോ, ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റോ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ 10th ലെവൽ 12th ലെവൽ പരീക്ഷ എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഡേറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സാധാരണ കറണ്ട് അഫയേഴ്സ് പഠിത്തം എന്താണ്, ആ വർഷത്തെ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച്, അത് കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള മാസം വരെയുള്ളത്, അത് കഴിഞ്ഞിട്ട് അതിന് മുമ്പേ ഉള്ള വർഷങ്ങൾ 2022 21 അപ്പം മാക്സിമം ഇമ്പോർട്ടൻസ് 2022 കൊടുക്കും, പിന്നെ 21 കൊടുക്കും. അങ്ങനെയാണല്ലോ കറണ്ട് അഫയേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യും പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 24 മാസത്തിലധികമുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ജിസ്റ്റുകൾ കിട്ടും, സമ്മറി കിട്ടും, ഇയർ ബുക്ക് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നേരെ മറിച്ച് എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ നോക്കും, ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏറ്റവും സ്മാർട്ടസ്റ്റ് വേ എന്ന് എല്ലാവരും കരുതുന്നത് ഈ പറഞ്ഞ ജിസ്റ്റുകൾ നോക്കുക, 2021 PSC ബുള്ളറ്റിൻ, 22 PSC ബുള്ളറ്റിൻ, അങ്ങനെ ഒരു കമ്പൈലേഷൻ വായിക്കുക. കാരണം നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. 2022 ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചു കഴിഞ്ഞു എന്ന്. അത് നല്ല ഈസി ആയിട്ടുള്ള എന്നാൽ സ്മാർട്ടായിട്ടുള്ള രീതി തന്നെയാണ്. ഒട്ടും ദിവസം നോക്കാത്ത ഒരാൾക്ക്, ദിവസവും പഠിക്കാത്ത ഒരാൾക്ക് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ 20 ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു 10 ചോദ്യങ്ങൾ ചിലപ്പോൾ കിട്ടാൻ സഹായിക്കുമായിരിക്കും. അതിനൊരു ഗ്യാരണ്ടി ഒന്നിനും ഇപ്പോൾ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഇല്ല. എന്നാലും പഠിച്ചവർക്ക് എന്തായാലും എന്താ പറയുക, അതിനൊരു മുൻഗണന ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി വൈസ് അവർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ദിവസവും പഠിക്കുന്നവർക്ക്, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്യും, പഠിക്കും ഒക്കെ ചെയ്യുന്നവർക്ക് എന്താണ് ഇതിൽ ലാഭം? ഇപ്പം ജസ്റ്റ് കിട്ടാനുണ്ടെങ്കിൽ പിന്നെ അത് മാത്രം ചെയ്താൽ പോരെ, പിന്നെ എല്ലാ ദിവസവും പഠിക്കണം. എന്താണ് ലാഭം? ഒന്ന്, ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ്. അതായത് നമ്മൾ ഒരു ദിവസത്തെ കാര്യം തന്നെ അടുത്ത ദിവസം പത്രം വായിക്കുന്നവർക്ക് കണ്ടിന്യൂറ്റി ഈസി ആയിട്ട് കിട്ടും. കാരണം ഇന്ന് റഷ്യയിലെ ഇന്ന സ്ഥലം കോൺകർ ചെയ്തു, ഇന്ന് റഷ്യയിലെ ഉക്രൈൻ റഷ്യ വാറിൽ ഇപ്പോൾ സീ ഓഫ് അസോവിൽ അല്ലെങ്കിൽ ബ്ലാക്ക് സീലൊരു കാര്യം നടക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നാളെ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിങ്ങനെയാണ്. പിന്നെ ഒരു എമർജൻസി വന്നു, പിന്നെ ഒരു ട്രൂസ് വന്നു, അവർ തമ്മിലൊരു അഗ്രിമെൻറ്റ് വന്നു, പിന്നെ വീറ്റ് മറ്റ് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉക്രൈൻ സമ്മതിച്ചു. അങ്ങനെ ഓരോ ഇവൻറ്റിലും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവരുടെ പ്രസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ വായിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ പേര് നമുക്ക് ഫെമിലിയർ ആവും. അപ്പോൾ ആ ഫെമിലിയറൈസേഷനും കണ്ടിന്യൂറ്റി എപ്പോഴും എല്ലാ ദിവസവും വായിക്കുന്നവർക്കുണ്ടാവും. പെട്ടെന്നൊരു പേര് കേട്ട് കഴിഞ്ഞാൽ, സെലൻസ്കി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് ബൈഹാർട്ടായി പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഉക്രൈനിൻ്റെ ഭരണാധികാരിയാണ്, നമുക്കറിയാം. കാരണം നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നതാണ്, നമുക്ക് ആ പേര് ഫെമിലിയർ ആയി കഴിഞ്ഞു. നേരെ മറിച്ച് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഫെമിലിയാരിറ്റിയാണ്. ഫെമിലിയാരിറ്റി, നമുക്ക് ഓരോ പേരും ഫെമിലിയർ ആവും ഓരോരാളും. അല്ലാതെ ഫെമിലിയർ ആവണമെങ്കിൽ ബൈഹാർട്ട് പഠിക്കണം, അല്ലേ? ഇപ്പോൾ ഒരു ജിസ്റ്റ് എടുത്ത് ഒരു PDF എടുത്ത് വായിക്കുകയാണെങ്കിൽ ആ PDFിലെ ഓരോ പേരും ബൈഹാർട്ട് പഠിക്കണം. പക്ഷേ ഒരു ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറയണ ബൈലാറ്ററൽ ട്രൈസുമായിട്ട് പോയി നമ്മൾ ടർക്കിയിലെ ഇസ്രായേലിൽ പോയി, ഇസ്രായേലിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തിയപ്പോൾ മറ്റേ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞു. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ആ കഥയുടെ കൂടെ, ആ കാര്യത്തിൻ്റെ കൂടെ നമുക്ക് ആ പേര് കുറേ കൂടെ ഫെമിലിയർ ആവും. അത് 2-3 ദിവസം ചിലപ്പോൾ പത്രത്തിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഉണ്ടാവും. ആ പേരപ്പം നമുക്ക് ഫെമിലിയറൈസ്, പഠിക്കേണ്ട കാര്യം വരുന്നില്ല, ഫെമിലിയറൈസ് ആയി കിട്ടും. നേരെ മറിച്ച് ബൈഹാർട്ട് പഠിക്കാൻ തന്നെ വേണ്ടി വരും. 3, പല കാര്യങ്ങളും ഒരു ജിസ്റ്റിലുണ്ടാവും. ഒരു ജിസ്റ്റിൽ ഇപ്പോൾ 2021 അവാർഡ്സ് ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം അവാർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അപ്പോയിൻമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒരു PDFിലാണ് ഉണ്ടാവുക, അപ്പോയിൻമെൻറ്റ്സ്. അതുപോലെ ഒബീച്വറി, മരണങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്നിറ്റീസ് മരിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഓർത്ത് വെക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് പല സ്കീംസ്, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരും ഫുൾ ഫോമും മറ്റ് കാര്യങ്ങളൊക്കെ ഒരു PDFിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈഹാർട്ട് ചെയ്യലല്ലാതെ രക്ഷയില്ല. അപ്പോൾ എല്ലാ ദിവസവും വായിക്കുന്നവർക്ക്, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാവോസ് അജണ്ട, ഇർഡോഗൻ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റിൻ്റെ പേരാണ്. അത് അല്ലെങ്കിൽ ഗുസ്താവോ പെട്രോ, ഇത് കൊളംബിയയിലെ ആദ്യത്തെ ലെഫ്റ്റ് പ്രസിഡൻറ്റിൻ്റെ പേരാണ്. കൊളംബിയയിലെ ആദ്യത്തെ ലെഫ്റ്റിസ്റ്റ് പ്രസിഡൻറ്റിൻ്റെ പേരാണ് ഗുസ്താവോ പെട്രോ. പിന്നെ ജനീവ പാക്കേജ്, WTO കൺസെഷനുമായി ബന്ധപ്പെട്ടാണ് ജനീവ പാക്കേജ്. ട്രിപ്സ്, ഇതെന്താണ് ട്രിപ്സ്? ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആൻഡ് ട്രിപ്സ്. ഇങ്ങനെ ഓരോ, ഇപ്പോൾ മാധവി ബച്ച് സെബിൻ്റെ ആദ്യത്തെ വുമൺ ചെയർമാനാണ്. ഇങ്ങനെ ഓരോ വേർഡ്സും നമ്മൾ ബൈഹാർട്ടാക്കി പഠിക്കേണ്ടി വരും. എപ്പോൾ? ഒരു
കണ്ടിന്യൂസ് അല്ലാത്ത പഠിത്തമല്ല നമുക്കുള്ളതെങ്കിൽ, ഇല്ലെങ്കിൽ എന്താണ്, ഇത് നമ്മൾ വായിച്ചതല്ലേ, ഈ കാര്യം നമുക്കറിയാം, അല്ലെങ്കിൽ എത്ര എക്സൈസ് തീരുവയുണ്ട്, ഇത്ര കോടി ബഡ്ജറ്റിനെ അലോക്ക് ചെയ്തു, അങ്ങനത്തെ ടേംസ് കുറേയും കൂടെ ഫെമിലിയർ ആവും എന്നാണ് ഞാൻ മാനസികമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഫെമിലിയാരിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് കറണ്ട് അഫെയർസിന്. കാരണം ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഒരു PDF വായിക്കുന്നത്. ഒരു അപ്പോയിൻമെൻറ്റ് വായിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചു, 3 പുതിയൊരു കറണ്ട് അഫെയർസ് പഠിച്ചു, 4 സ്കീം പഠിച്ചു, അപ്പോൾ 5 വേറൊരു സ്പോർട്സിൻ്റെ ഒരു ഫാക്റ്റ് പഠിച്ചു. അങ്ങനെ പഠിച്ച് പോകുന്ന സമയത്ത് ഓരോന്നായി ടേക്കപ്പ് ചെയ്ത് ചെയ്യുന്നതിന്, അതായത് എല്ലാ ദിവസവും പഠിക്കുന്നവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ ഫെമിലിയാരിറ്റിയും കണ്ടിന്യൂറ്റിയുമാണ്. കാരണം ഒരു എഫേർട്ട് ഇല്ലാതെ അവർക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും ചില പേരുകൾ. ഇല്ലെങ്കിൽ ഗുസ്താവോ പെട്രോ എന്ന് ഞാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. കാരണം അത് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. നേരെ മറിച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു അറിവ് കിട്ടുന്നതല്ല, ഒരു പാരഗ്രാഫിൽ വായിക്കുന്നതല്ല. ഗുസ്താവോ പെട്രോ എന്നൊരു വൈറ്റ് പേപ്പറിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു എഫേർട്ട് എക്സ്ട്രാ എടുക്കേണ്ടി വരും. പറ്റില്ലെന്നല്ല, ഒരു എക്സ്ട്രാ എഫേർട്ടായിരിക്കും. മറ്റേത് ഈസി ആയിട്ട് കിട്ടുക. എല്ലാ ദിവസവും പഠിക്കുന്നവർക്ക് അതാണ് ലാഭം. അവർക്ക് കുറേയും കൂടി ഈസി ആയിട്ട് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഇതിലത്തെ കാര്യം. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.